ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ റാൻഡം ഫാക്ട്സ്. നമ്മൾ നേരത്തെ എത്തി. കണ്ടൻറ്റ് വെച്ചോക്കുകയാണെങ്കിൽ നമ്മൾ വൈകിയാണ്, എന്നാലും നേരത്തെ എത്തി. നമ്മളിന്ന് ജുജുത്സു കൈസൻ്റെ ചാപ്റ്റർ 265ഉം 266ഉം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനൊക്കെ രണ്ട് കാര്യം പറയാനുണ്ട്. 265 എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ സമയത്ത് പരീക്ഷയ്ക്കായിരുന്നു, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ കമൻസ് ഒന്നും ഉണ്ടായിരുന്നു പറഞ്ഞു. എല്ലാവരും അതനുസരിച്ചു, നല്ല കാര്യം. ഞാൻ ഹേറ്റ് കമൻറ്റാണ് ഉദ്ദേശിച്ചത്. കമൻറ്റൊക്കെ ഇട്ടോ, കമൻറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഇത്രയും വാചകമായിട്ട് കേട്ടിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലോട്ട് പോകാം. ഇനിയൊന്നും പറയാനില്ലെന്ന് എനിക്ക് വിശ്വാസം. ചാപ്റ്റർ 265 വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രതീക്ഷിച്ചാതിരി ഡൊമൈനിൽ അധികമൊന്നും ഉണ്ടായില്ല. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും അതിനകത്ത് തുടങ്ങണതും നടക്കണതൊക്കെ. പക്ഷേ അതിനകത്ത് ഒരു നല്ലൊരു മീനിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. ചാപ്റ്റർ 265ൻ്റെ തുടക്കം 264ൻ്റെ ലാസ്റ്റിൽ തന്നെയാണ് തുടങ്ങുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൂക്കൻ എഴുന്നേക്കണു. അതിന് യൂജിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പണ്ടത്തെ യൂജിൻ്റെ മെമ്മറീസ് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കളിച്ച സ്ഥലങ്ങളും ഫിഷിങ് ചെയ്ത സ്ഥലങ്ങൾ, ഗ്രാൻഡ് പേയുടെ സ്ഥലങ്ങൾ. അതിനൊരു സീനിൽ ഒരു പൂവിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് സൂക്കണ മോർണിംഗ് ഗ്ലോറി അല്ല, ഇത് വേറൊരു പൂവാന്നും പറയും. ആ പൂവിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ തന്നെ യൂജി സൂക്കണേനോട് ചോദിക്കും, നിനക്ക് പൂവിനെ കുറിച്ച് നല്ല നോളജുള്ളൂ എവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ സൂക്കണ റിവീൽ ചെയ്തത്, ഞാൻ ഫുഷിഗോറോൻ്റെ ബോഡിയിലല്ലേ, അപ്പോൾ ഫുഷിഗോറോൻ്റെ മൈൻഡൊക്കെ വായിച്ച് അറിഞ്ഞാന്ന്. അപ്പോൾ യൂജി അങ്ങോട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മൈൻഡ് വായിച്ചിട്ടുണ്ടാവില്ലോ, അപ്പോൾ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പാടില്ലെന്ന്. അപ്പം സൂക്കണ പറയും, ഞാൻ അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡൊന്നും വായിക്കാറില്ലെന്ന്. ലൈക്ക് യൂജിനെ ഡൊമൈനിൽ കയറി തന്നെ ഊക്കി. അതാണ് സൂക്കണ. അതിന് യൂജി സൂക്കണേനോട് കുറേ സ്ഥലത്ത് കറങ്ങാൻ പോയി, ലോബ്സ്റ്ററിനൊക്കെ പിടിച്ചു, ആർച്ചറിയൊക്കെ ചെയ്തു കൂടെ. അതിന് ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കായിരുന്നു, പിന്നെ ഫുഡൊക്കെ മേലോട്ട് വരായിരുന്നു യൂജി സൂക്കണേനോട് പറയാണ്. അപ്പം സൂക്കണ രണ്ടാമത് ഊക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നീ ജനിച്ചത് തന്നെ അപ്പം പൊട്ടനായിട്ടാണല്ലേന്ന്. ഇങ്ങനെയൊക്കെ ഒരാളുടെ ഡൊമൈനിൽ കയറി ആ ഡൊമൈൻ യൂസറിന് തന്നെ ഊക്കുങ്ങി. ഇതിനാണ് കിങ് ഓഫ് കേഴ്സസ് എന്ന് വിളിക്കേണ്ടത്. വീണ്ടും ഇതിനെ കറങ്ങിച്ച് വന്നിട്ട് അവസാനം നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ് യൂജി കാണിച്ചതെന്ന്. യൂജി എന്തിനാണ് കാണിച്ചത് സൂക്കണ ചോദിക്കും. അപ്പോൾ യൂജി പറയും, നിനക്ക് വാല്യൂ ഓഫ് ലൈഫ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചതെന്ന്. സൂക്കണ യൂജിൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാണ്. നീയൊക്കെ ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞെങ്കിലും എനിക്ക് ഒന്നും തോന്നിയില്ല. എന്നുവെച്ചാൽ ഈ ടൗണിൽ എത്രമാത്രം സൈലൻസ് ഉണ്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ മൈൻഡിലും തോന്നിയത്. ഒന്നും തോന്നിയില്ല. നമുക്ക് മനസ്സിലാവും യൂജി ട്രൈങ് ടു സൂക്കണ ടു ഫീൽ പിറ്റി. കുറച്ച് ഇംഗ്ലീഷ് അടിച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? ഒന്നാമത് ഈ കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ നല്ല കട്ടക്കലിപ്പായി. അത് കഴിഞ്ഞിട്ട് അതിനപ്പോൾ യൂജി ഒരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് ഫുഷിഗോറിൻ്റെ മേത്തുനിന്ന് വന്നിട്ട് എൻ്റെ അകത്തോട്ട് വരാം, അതിന് നിൻ്റെ ജീവിതം ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ചെന്നാൽ തട്ടുമെന്ന്. പുള്ളിക്കാരൻ ഡയറക്റ്റായിട്ട് കിങ് ഓഫ് കേഴ്സസിനെ ചാലഞ്ച് ചെയ്യാണ്. നീ ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കളയും. അങ്ങനെ അപ്പം സുഗണ വെറുതെ ഇരിക്കുമോ? സുഗണയ്ക്കും റേഞ്ച് കൂടി ഫൈറ്റ് എന്നുവെച്ചാൽ ലൈക്ക് രണ്ടുപേരും കൂടി നല്ല ഫൈറ്റ് നടക്കാനുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇപ്പം രണ്ടുപേരും നല്ല കട്ട റേഞ്ചിലേക്കാണ്. അങ്ങനെ 265 കഴിഞ്ഞു. അതിന് 266 തുടങ്ങാണ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ കാട്ടണത് യൂജി മെഗുമിയുടെ സോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അതിനകത്ത് മെഗുമി പറയും, എനിക്ക് ആകെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിനെ രക്ഷിക്കണമെന്നാണ്. ആ സിസ്റ്ററിന് വേണ്ടി ഒരു ലോകം തന്നെ ഉണ്ടാക്കണം. ലൈക്ക് ആ ലോകത്തിൽ സിസ്റ്ററും ഇവനും കൂടി ഫുഡ് കഴിക്കുക, ഒന്നിച്ച് ഡ്രസ്സ് കഴുകുക, അങ്ങനെയൊക്കെ സിമ്പിൾ ആഗ്രഹങ്ങൾ. അതിനാണ് സുഖം അടിച്ചു കളഞ്ഞു. അപ്പം മെഗുമി പറയും, എനിക്കതിനൊരു ഗോളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തടയുന്നത്. അപ്പം യൂജിയും മെഗുമിനൊപ്പം പറയും, എൻ്റെ ഗ്രാൻഡ് പാ ഇതുപോലെയൊക്കെ സംഭവിച്ചാണ്, അതിന് ഞാനും ഭയങ്കര തളർന്നു. അതിന് ജുജുത്സു സോഴ്സറേഴ്സിൻ്റെ ഇടയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ അതൊക്കെ മറന്ന് അതിനകത്തുനിന്ന് മുന്നേറിയതെന്ന്. അപ്പം തന്നെ ആ കമ്മ്യൂണിക്കേഷൻ സുഗുണ കട്ട് ചെയ്തു. ലൈക്ക് ഹോളോ വിക്കർ ബാസ്ക്കറ്റ് ഉണ്ടാക്കി. അതെന്ന് വെച്ചാൽ ഈ സിമ്പിൾ ഡൊമൈൻ പോലെ തന്നെ, ബട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡും കൂടി എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ തന്നെ സുഗുണ പറയുന്നുണ്ട്, എനിക്ക് വേറെ കേഴ്സ് ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോജോൻ്റെ അൺലിമിറ്റഡ് വോയിഡ് എന്നൊരു പേര്, ആ വോയിഡ്, ആ ഡൊമൈനില്ലേ ഗോജോൻ്റെ ഡൊമൈൻ, ആ ഡൊമൈൻ്റെ എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും വേസ്റ്റ് ആവാൻ നിൽക്കുന്ന ഒരു സാക്രിഫൈസ് ഗോജോൻ്റെ സാക്രിഫൈസാണ്. ബാക്കി എല്ലാവരും സാക്രിഫൈസ് വേസ്റ്റായി. കഴിഞ്ഞ ചാപ്റ്ററോടെ വേസ്റ്റ് ചെയ്തത്. റൈറ്റർ നമ്മളോട് പറയാണ്, സൂക്കണ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടും കേഴ്സ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നുവെച്ചാൽ 4 കൈയുണ്ട്, എന്നാലും ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും 2 കൈയുണ്ട് ഫൈറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്
എന്ന് വെച്ചാൽ പുള്ളിക്കാരന് 4 കൈ ഉണ്ടല്ലോ, അതിൻ്റെ 2 കൈ വെച്ച് ഹോളോ വിക്കർ ബാസ്ക്കറ്റ് എന്നുവെച്ചാൽ ഡൊമൈനിൽ നിന്ന് രക്ഷപ്പെടാനും അതിൻ്റെ ഒപ്പം തന്നെ വേറെ ജുച്ചോ വേറെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്യാനും പറ്റും. 2 കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്ര 2 കൈ വെച്ചാൽ എല്ലാത്തിനും അടിച്ചിട്ട്. ഇവിടെ സുക്കണ തന്നെ സർപ്രൈസായി. എന്താണെന്ന് വെച്ചാൽ ഈ സുക്കണന് പിറ്റി ഫീൽ ചെയ്യാൻ നിന്നിട്ട് സുക്കണനെ കുറച്ചെങ്കിലും ഒന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൂക്കണ പറയുന്ന ഡയലോഗ്, നീ എന്നെ ഇത്രയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് നിൻ്റെ എല്ലാവരെയും കൊല്ലുന്നു. എങ്ങനെ? യൂജിൻ്റെ എല്ലാവരെയും യൂജിന് മുന്നിൽ വെച്ച് തന്നെ സൂക്കണ തട്ടി. എന്നിട്ട് വീണ്ടും പറയണു ഞാൻ നിൻ്റെ എല്ലാവരെയും തട്ടുമെന്ന്. ഇനി ആരെ ബാക്കിയുള്ളത്? അങ്കിളായ ഈ സൂക്കണ തന്നെയാ. പോയി സൂയിസൈഡ് ചെയ്യാൻ പോണോ? അതിന് മുന്നത്തെ ഒരു ഭാഗമില്ലേ, ഗോജോ ടോജിനൊക്കെ വന്നിട്ട് കിറ്റായിട്ടുള്ള മെഗുമിനൊക്കെ കാണാൻ പോയത്, ആ ഒരു സംഭവം. ബട്ട് അവിടെ ഗോജോന് വരും അഡോൾട്ടായിട്ട യൂജിയാണ്. അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ മുഖമെന്ന് മെഗുമി ചോദിക്കുമ്പോൾ യൂജി പറയും നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളതെന്ന്. അത് മെഗുമീനെ ഇമോഷണലി ടച്ച് ചെയ്തിട്ട് എങ്ങാനും എഴുന്നേറ്റുണ്ടാവും. പറഞ്ഞു കഴിയാല സൂക്കണയുടെ കാല് മെഗുമി ഇട്ട ഒരു ഷാഡോയിലോട്ട് കുഴിഞ്ഞുവാണ്. സൂക്കണയ്ക്ക് അറിയാം മഹോറാഗ ഡെഡായി, പിന്നെ ടെൻഷായോ ടെക്നിക്സും ഇല്ലാണ്ടായി. ഈ 2 മാത്രമേ സൂക്കണയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഷാഡോസിലോട്ടും പോയിപ്പോൾ അപ്പം സൂക്കണയ്ക്ക് മനസ്സിലായി മെഗുമി എഴുന്നേറ്റ് വന്ന്. സൂക്കണയ്ക്ക് ഇവിടെ പേടിയും ദേഷ്യമൊക്കെ ഒന്നിച്ചാണ് കയറി. എന്നുവെച്ചാൽ പേടിയാണെന്ന് വെച്ചാൽ സൂക്കണ ഓവർകം ചെയ്യുമെന്ന്. അതിന് ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ഇത്രമാത്രം ബാത്ത് പിന്നെ റിച്വലൊക്കെ ചെയ്തു. ഈ ബാത്ത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റിനെ എല്ലാ നാളത്തേക്കും വേണ്ടി സർപ്രസ് ചെയ്ത് വെക്കുക. അതൊക്കെ ചെയ്തിട്ടും ഈ യൂജിൻ്റെ വെറും ഡിസ്മാൻഡിൽ വഴി മെഗുമി എഴുന്നേറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ദേഷ്യം വന്നത്. ഇപ്പം യൂജിക്കും ചെറിയ സന്തോഷവും റിലീഫൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയേരം ഡൗൺ ആയി കിടന്ന മെഗുമി ഇപ്പോൾ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം തന്നെ സുക്കണയ്ക്ക് മനസ്സിലായി മെഗുമി ഉള്ളിൽ നിന്ന് ഫൈറ്റ് ബാക്ക് ചെയ്യണു. പിന്നെ യൂജിൻ്റെ ഹിറ്റ് കാരണം റിവേഴ്സ് കേസ് ടെക്നിക്കൊന്നും വർക്കാവണില്ല. പിന്നെ ഇമ്മാതിരി ഫൈറ്റിൽ ഈ ജുച്ചില്ലേ, ഈ ജുച്ചും തകരാൻ പാടെന്നുള്ള കാര്യം. അതിന് ഗതിയിലാണ്ട് സുക്കണ അവസാനം ഈ റിവേഴ്സ് കേസ് ടെക്നിക്ക് വെച്ച് കേസ് ടെക്നിക്ക് റീഗെയിൻ ചെയ്യാൻ തുടങ്ങി. ഗോജയില്ലേ റിവേഴ്സ് കേസ് ടെക്നിക്ക് വെച്ച് ഹീൽ ചെയ്യണമെന്നല്ലാണ്ട് ഉള്ളിലുള്ള കേസ് ടെക്നിക്കും കൂട്ടാന്നുള്ള രീതിയിൽ അതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. യൂജി സുക്കണനെ ഈ നില വരെ എത്തിച്ചു. അപ്പോൾ തന്നെ യൂജിനെ ഒരടി അടിച്ചിട്ടിട്ട് സ്ലാഷസൊക്കെ ഉപയോഗിച്ചു. അതിന് അവസാനം ഡൊമൈൻ എക്സ്പാൻഷൻ നടത്താൻ പോയി. അപ്പം നമ്മളൊക്കെ ചോദിച്ചു എല്ലാം തീർന്നു. അപ്പോഴാണ് ട്വിസ്റ്റ് കാണുന്നത്, സുക്കണയ്ക്ക് ലാസ്റ്റ് ഫിംഗർ ഒരു സ്ഥലത്ത് സെൻസായി. ഈ ചാപ്റ്ററും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇതൊരു ട്രാപ്പാണ്. നിങ്ങൾ ഈ ആനിമി മാങ്കയൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. വേറൊരു സ്ഥലത്ത് നിന്ന് സുക്കണയുടെ ഫിംഗർ ഒരു സ്ഥലത്ത് റാപ്പ് ചെയ്തും വെച്ചിട്ടുണ്ടാവും. അത് ഏത് സ്റ്റേറ്റ് ആയാലും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ല വേറെയുള്ള സ്പെഷ്യൽ ഗ്രേഡ് എൻറ്റിറ്റിയുടെ കയ്യിൽ നിന്നാണ് കിട്ടണമെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. ഇവിടെ അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഫിംഗർ റീക്കയുടെ കയ്യിലാണെന്നും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി എന്നുവെച്ചാൽ സുക്കണ ഇതുവരെയായിട്ടും തോക്കാറായിട്ട് പോലും ഇതുവരെയായിട്ടും മേർജർ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള. മേർജർ ആകെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടത് ഗെറ്റോനും മെഗുമിക്ക് മാത്രമാണ്. ഗെറ്റോ ഡെഡായി, ഇനി മെഗുമി മാത്രമേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററിൽ തോക്കില്ല എന്നുള്ള രീതിയിൽ മെഗുമി മഹോറാഗനെ ആക്ടിവേറ്റ് ചെയ്യണമൊക്കെ മാതിരി സുക്കണ ചിലപ്പോൾ മേർജർ ആക്ടിവേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ ഈ കള്ളിങ് ഗെയിം ഒക്കെ വെറുതെ ആയി പോവില്ലേ. കള്ളിങ് ഗെയിം ഒരിക്കലും നിൽക്കാത്ത അവസ്ഥയിൽ പോകും. ഇനി അടുത്ത് എന്താ നടക്കാൻ പോണേ, ഇത് ട്രാപ്പാണോ അല്ലയോ, ഇതൊക്കെ അടുത്ത ചാപ്റ്ററിൽ അറിയാൻ പറ്റും. അപ്പം അടുത്ത ചാപ്റ്റർ തന്നെ. ഓക്കെ, ബൈ. എന്നാൽ ഈ ഹക്കാരയും യൂറാമയൊക്കെ അവിടെ പോയി. അത് 252ാമത്തെ എപ്പിസോഡിലെങ്ങാണ്ട് 2 സീൻ കാണിച്ച് പിന്നെ പോയില്ലേ.